ഒരു 53 വയസ്സുള്ള ഒരു ഉമ്മ, ആ ഉമ്മയുടെ വോയിസ് എൻ്റെ വാട്സപ്പിലേക്ക് വരികയാണ്. ഏകദേശം ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം 8 മിനിറ്റ് ആ ഉമ്മയുടെ വോയിസ് ഉണ്ട്. ഒന്നുകൂടി കൃത്യമാക്കി പറഞ്ഞാൽ 8 മിനിറ്റ് 13 സെക്കൻഡ് ആ ഉമ്മയുടെ വോയിസ് ഉണ്ട്. എന്തുകൊണ്ടാണ് 2 വർഷങ്ങൾക്ക് ഇപ്പുറവും ആ 8 മിനിറ്റും 13 സെക്കൻഡും ഞാൻ ഓർത്തിരിക്കാനൊരു കാരണമുണ്ട്. ആ 8 മിനിറ്റും 13 സെക്കൻഡും ആ ഉമ്മ നിർത്താതെ കരഞ്ഞുകൊണ്ടാണ് എനിക്ക് വോയിസ് അയക്കണേ. 8 മിനിറ്റ് ആ ഉമ്മ വോയിസ് അയച്ചിട്ട് പലതും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പിടികിട്ടി, എന്തിനാണ് ആ ഉമ്മ വോയിസ് അയച്ചത് എന്നുള്ളത്. 53 വയസ്സുള്ള ആ ഉമ്മ ജീവിതത്തിൽ ഇന്നുവരെ ആ ഉമ്മക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. നമസ്കരിക്കണം എന്ന് പോലും അറിഞ്ഞത് വളരെ അടുത്താണ്. ഇപ്പോഴും ആ ഉമ്മ നമസ്കരിക്കുന്നത് ഒരു സൂറത്തും നിസ്കാരത്തിൽ പാരായണം ചെയ്യാതെയാണ്. 19 കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ, ആ ഉമ്മ പറയുന്നുണ്ട്, ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. ഒരാള് പോലും നിനക്ക് ഖുർആൻ ഓതാൻ അറിയുമോ എന്ന് ചോദിച്ച ഒരു മുസ്ലിം സുഹൃത്ത് പോലും എൻ്റെ ജീവിതത്തിൽ കടന്നുപോയില്ല. ആ വിഷമം ആലോചിച്ച് ഏതോ ഒരു വ്യക്തിയുടെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രഭാഷണം കേട്ടാണ് ഖുർആനിനോട് സ്നേഹം തോന്നുന്നതും ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നതുമൊക്കെ. ഞാൻ ഈ ഒരു സദസ്സ് കണ്ടപ്പോൾ ആ ഉമ്മയുടെ മുഖമാണ് യഥാർത്ഥത്തിൽ ആലോചിച്ചത്. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഖുർആൻ പഠിക്കാനും അത് കേൾക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അള്ളാഹു ഈ അനുഗ്രഹത്തെ കുറിച്ച് ചോദ്യം ചെയ്യാതെ നാളെ പരലോകത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള അറിവിനെ കുറിച്ച് അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യാതെ നമുക്ക് നാളെ പരലോകത്ത് സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സ്വന്തം മനസ്സിൽ എഴുതി വെക്കേണ്ട വാചകമാണ്. ഇതേ കാരണം അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ചില മലക്കുകളുണ്ട്. അള്ളാഹുവിന് ഒരുപാട് സൈന്യങ്ങളുണ്ട്. ആ സൈന്യങ്ങൾക്ക് കൃത്യമായ ഡ്യൂട്ടികളുണ്ട്. അങ്ങനെ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട ചില മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ഉത്തരവാദിത്തം അവരിങ്ങനെ ഭൂമിയിലൂടെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കും. അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെടുന്ന സദസ്സുകളിലേക്ക് അവർ വന്നിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ആ സദസ്സുകൾ അവർ വന്നിരിക്കും. ആ സദസ്സുകളിലുള്ള വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള അറിവുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ ആ മലക്കുകൾ കേൾക്കും. ശേഷം സദസ്സ് പിരിയുമ്പോൾ ആ മലക്കുകളും പിരിഞ്ഞു പോകും. നേരെ അവർ പോവുക അള്ളാഹുവിനടുത്തേക്കാണ്. അയിന ജിഅ്തും, അള്ളാഹുവിന്റെ ചോദ്യം, മലക്കുകളെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? മലക്കുകളുടെ മറുപടി, അള്ളാഹുവേ, നിന്നെക്കുറിച്ച് സ്മരിക്കുന്ന ചില ആളുകൾ ദുനിയാവിലുണ്ടായിരുന്നു. അവരുടെ സദസ്സുകളിൽ ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ പിരിഞ്ഞപ്പോ ഞങ്ങളും പിരിഞ്ഞ് റബ്ബിന്റെ അടുത്തേക്ക് വന്നതാണ്. അള്ളാഹുവിന്റെ ചോദ്യം, എൻ്റെ അടിമകൾ എന്താണ് ആവശ്യപ്പെടുന്നത്? ആ സദസ്സുകളിൽ ഇരുന്നു കൊണ്ട് എൻ്റെ അടിമകൾ എന്താണ് ആവശ്യപ്പെടുന്നത്? മലക്കുകളുടെ മറുപടി, അല്ലാഹുവേ, അവർ നിന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നുണ്ട്. അവർ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് ആ സദസ്സിൽ ഇരുന്നു കൊണ്ട് നിന്റെ നിഷ്കളങ്കരായ അടിമകൾ അള്ളാഹുവെ പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മറുപടി, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ്. അടുത്ത ചോദ്യം, ഇനി എന്താണ് എൻ്റെ അടിമകൾ ആഗ്രഹിക്കുന്നത്? മലക്കുകളുടെ മറുപടി, അള്ളാഹുവേ, ആ സദസ്സിലിരുന്നവർ സ്വർഗം കൊതിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മറുപടി, ഞാൻ അവർക്ക് സ്വർഗം നൽകിയിരിക്കുന്നു എന്നാണ്. ഞാൻ ഈ ഹദീസ് സൂചിപ്പിക്കാനുള്ള കാരണം, ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ഹദീസിന്റെ കീഴിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കരസ്ഥമാക്കിയവരാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, പ്രിയമുള്ളവരെ, ഒരിക്കലും വിഫലമാവുകയില്ല. എന്റെ സംസാരം കേൾക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ഇസ്തിഗ്ഫാറിനെ ചോദിക്കാം. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറയാം, സ്വർഗപ്രവേശനം ആവശ്യപ്പെടാം, നരകമോചനം ആവശ്യപ്പെടാം. ജീവിതത്തിൽ അഡിക്റ്റായി പോയ തിന്മകളുണ്ടോ, അള്ളാഹുവിനോട് നിങ്ങൾക്ക് ധൈര്യമായി കൊണ്ട് റബ്ബിനോട് സംസാരിക്കാം.
ഈ സദസ്സിലിരിക്കുന്ന മലക്കുകൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുമ്പോ അള്ളാഹു ഉത്തരം കൊടുക്കുന്നവരിൽ ഞാനും നിങ്ങളും ഉണ്ടാകണമെന്ന കൃത്യമായ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ ഈ ഹദീസ് ഇവിടെ സൂചിപ്പിക്കാനുള്ളൊരു കാരണം. എന്നിട്ട് അള്ളാഹു മലക്കുകളോട് അവസാനം ചേർത്ത് വെക്കുന്നുണ്ട്. മലക്കുകൾ പറയുന്നുണ്ട്, എന്റെ ഈ ഒരു സംസാരം ഈ സദസ്സിലിരിക്കുന്നവരും സദസ്സിലിരിക്കാത്തവരുമായ ആളുകൾ കേൾക്കുന്നുണ്ട് എന്നറിയാം. എല്ലാവരിലേക്കുമായി ആ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ, ആ സദസ്സിൽ ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർ ആ സദസ്സ് ലക്ഷ്യം വെച്ച് വന്നവരല്ല. ആ സദസ്സ് അവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോ പോയ വഴിക്കൊന്ന് കയറി വരാണ് റബ്ബേ എന്ന് പറയുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മറുപടി എന്തറിയോ? അവരും നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ്. ആ സദസ്സ് ലക്ഷ്യം വെക്കാതെ പോയ വഴിക്ക് ശബ്ദം കേട്ടപ്പോ സദസ്സിലേക്ക് കയറിയിരുന്നവരുണ്ടെങ്കിൽ അവരും നാളെ നിരാശപ്പെടേണ്ടി വരികയില്ല എന്ന് കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, എത്രമാത്രം ഗൗരവം അറിവിന്റെ സദസ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ജീവിതത്തിൽ പ്രിയമുള്ളവരെ, അവസരങ്ങളൊന്നും നമ്മളെ കാത്തു നിൽക്കുകയില്ല. അവസരങ്ങളൊന്നും നമ്മളെ കാത്തു നിൽക്കുകയില്ല. അടുത്തൊരു സെക്കൻഡിൽ ഞാൻ ഉണ്ടാകും എന്ന് നമ്മൾ ആരും കരുതേണ്ടതുമില്ല. അടുത്ത വർഷമാകട്ടെ, അടുത്തൊരു മാസമാകട്ടെ, ഖുർആൻ പഠിക്കാനാണോ സമയമുണ്ടല്ലോ, അടുത്ത ആഴ്ചയാകട്ടെ, എനിക്ക് സമയമില്ല എന്ന രൂപത്തിലുള്ള സമയമില്ലാ ന്യായീകരണങ്ങൾ പ്രിയമുള്ളവരെ നമ്മളെ നന്മയിൽ നിന്നും ബാക്കൗട്ട് നടത്തുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ബോധ്യപ്പെടുക, അവസരങ്ങൾ ഒരിക്കലും നമ്മളെ കാത്തു നിൽക്കില്ല. ഇത് പറയുമ്പോൾ വളരെ വൈകാരികമായി ഓർമ്മ വരുന്നൊരു അനുഭവമുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകൻ എത്ര ഖുർആൻ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചാലും ആ മകൻ ഖുർആൻ ക്ലാസ്സിൽ വരില്ല. നാളെയാകട്ടെ, മറ്റന്നാളാകട്ടെ, അടുത്തയാഴ്ചയാകട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോകും. ഉപ്പയാണെങ്കിലോ സ്ഥിരമായി ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ ഒരു ദിവസം ഖുർആൻ ക്ലാസ്സിലേക്ക് ഉപ്പയെ വാഹനത്തിൽ കൊണ്ടുവന്നാക്കി. ഉപ്പ പറയുന്നുണ്ട്, മോനെ ക്ലാസ്സിലിരിക്ക്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നീ പോ. അവൻ പറഞ്ഞു, ഉപ്പ സമയമില്ല, ഞാൻ പോയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അങ്ങനെ ഉപ്പാനെ ഖുർആൻ ക്ലാസ്സിലാക്കി തിരിച്ചു മടങ്ങുന്ന അവൻ ഒരു 200 മീറ്റർ മുൻപിലേക്ക് പോയപ്പോ ഒരു ലോറിയുടെ അടിയിൽപ്പെട്ട് മരണപ്പെടുന്നൊരു വാർത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് കേൾക്കാനിടയായി. അവസരങ്ങൾ ഒരിക്കലും നമ്മളെ കാത്തു നിൽക്കൂല. അവൻ ആഗ്രഹിച്ചത് എന്താ? അടുത്ത ആഴ്ച ഇരിക്കാം, ഞാനൊന്ന് ഫ്രീ ആയിട്ടിരിക്കാം, അല്ലേ? നമ്മൾ പലപ്പോഴും പറയുന്നൊരു പ്രയോഗമാണ്, ജോലി തിരക്കാണ്, എനിക്കൊന്ന് ഫ്രീ ആവട്ടെ, ഞാനൊന്ന് ഫ്രീ ആയിട്ടിരിക്കാം എന്നാണ്. പ്രിയമുള്ളവരെ, ഫ്രീ ആയിട്ടിരിക്കുക എന്നൊരു സംഭവം ഇസ്ലാമിലില്ല. ജീവിതത്തിൽ അവസരമുണ്ടോ ആ അവസരത്തിൽ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എക്സാമിന് ഒരു നിലക്കും പഠിക്കാത്തൊരുത്തൻ അവൻ എക്സാം എഴുതി തോറ്റിട്ട് വിലപിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ജീവിതത്തിൽ ഉമ്മാന്റെ അടുത്തുനിന്ന് പോയിരുന്ന് ഉമ്മാന്റെ ചുക്കിച്ചുളിഞ്ഞ ശരീരത്തൊന്ന് തടവിക്കൊടുക്കാത്ത, ഉമ്മാനോട് ആശ്വാസവാക്കുകൾ പറയാത്ത, ജീവിതകാലം മുഴുവനും ഉമ്മയെ കണ്ണീരണിയിച്ചൊരു മകൻ ആ ഉമ്മയുടെ വിറങ്ങലിച്ച ശരീരത്തിന് മുൻപിൽ വന്നിരുന്ന് കരഞ്ഞിട്ട് പ്രിയമുള്ളവരെ വല്ല പ്രയോജനമുണ്ടോ? അതുപോലെയാണ് പലപ്പോഴും നമ്മുടെ അവസരങ്ങളുടെ അവസ്ഥ. ജീവിതത്തിൽ പലപ്പോഴും നമ്മളുടെ അവസരങ്ങളുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഏറ്റവും മനോഹരമായി അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ. കേവലം ന്യായീകരണങ്ങൾ പറഞ്ഞ്, ദുനിയാവിലെ തിരക്കുകൾ പറഞ്ഞ്, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നന്മയിൽ നിന്നും പിറകോട്ട് നടക്കുന്നവനെ അള്ളാഹു പിറകോട്ട് നടത്തുമെന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പ്രിയമുള്ളവരെ ജീവിതത്തിൽ കാണാതെ പോകരുത്. ശ്വാസമുള്ള സമയമത്രയും അവസരമാണെന്ന് കരുതി അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനാകണം ജീവിതത്തിൽ മുഴുവനും പ്രിയമുള്ളവരെ നമ്മൾ ശ്രമിക്കേണ്ടത്. ബനൂ മുനീർ ഗോത്രത്തിലെ 3 ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇസ്ലാം സ്വീകരിക്കുകയാണ്.
ദരിദ്രരാണ് ആ മൂന്നാളുകളും. ഭക്ഷിക്കാൻ ഭക്ഷണമില്ല, ഉടുക്കാൻ നല്ലൊരു വസ്ത്രമില്ല, കയറി കിടക്കാൻ നല്ലൊരു വീടില്ല, അത്യാവശ്യം ബന്ധുക്കളൊന്നും ആ മൂന്നാളുകൾക്കില്ല. നബിയുടെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സ്വഹാബ, ഈ മൂന്നാളുകളെ ഏറ്റെടുക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഈ മൂന്നാളുകളെ ഏറ്റെടുക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു കൈവക്കാൻ, റസൂലേ ഞാനുണ്ട് ഏറ്റെടുക്കാൻ. ആ ചോദ്യം എന്നോടോ നിങ്ങളോടോ ആയിരുന്നുവെങ്കിൽ എത്ര ന്യായീകരണങ്ങൾ നമ്മൾ ചിന്തിക്കുമായിരുന്നു, അല്ലേ? എനിക്ക് വീട് വെക്കാനുണ്ട്, എനിക്ക് എൻ്റെ കുടുംബത്തിൽ കല്യാണങ്ങളുണ്ട്, എൻ്റെതായ ചിലവുകളുണ്ട്, പക്ഷേ അത് അടുത്ത വർഷം ഒരു കാർ എടുക്കാനുണ്ട്. ഇങ്ങനെ എത്ര ന്യായീകരണങ്ങൾ നമ്മൾ ചിന്തിക്കുമായിരുന്നു. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു കൈവക്കാൻ, റസൂലേ ആ മൂന്നാൾക്കാരല്ലേ പോലെ ഞാൻ ഏറ്റെടുത്തോളാം. പ്രിയമുള്ളവരെ, ആ ഒരു മാനസികമായ ഈമാനിക ധൈര്യം അതവർക്ക് എവിടുന്ന് ലഭിച്ചു? നമുക്കൊന്നുമില്ലാത്ത ആ ഒരു ഈമാനിക കരുത്ത് പ്രിയമുള്ളവരെ അവർക്ക് എവിടുന്ന് ലഭിച്ചു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ത്വൽഹ റളിയല്ലാഹു അൻഹു അവരുടെ ചിലവുകളെല്ലാം ഏറ്റെടുത്ത് അവരുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ ഇസ്ലാമിൽ കടന്നു വന്നു. ആ യുദ്ധങ്ങൾ ഇസ്ലാമിൽ കടന്നു വന്നു. ഈ മൂന്നിൽ ഒരു വ്യക്തി അങ്ങനെ ഒരു യുദ്ധത്തിൽ ഷഹീദാവാണ്. രണ്ടാമത്തെ വ്യക്തി വേറൊരു യുദ്ധത്തിലും ഷഹീദായി. മൂന്നാമത്തെ വ്യക്തി യുദ്ധങ്ങളിലൊന്നും ഷഹീദാവാതെ സാധാരണ കട്ടിലിൽ കിടന്നുകൊണ്ടുള്ള മരണം കൈവരിക്കുകയും ചെയ്യാൻ. ഇവർ മൂന്നുപേരും മരണപ്പെട്ടതിന് ശേഷം ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ സ്വപ്നം കാണാൻ. ആ സ്വപ്നത്തിൽ ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്. ത്വൽഹ റളിയല്ലാഹു സ്വർഗത്തിലാണ്. ത്വൽഹ റളിയല്ലാഹു നോക്കുമ്പോൾ സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത്, ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ശേഷം സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത് ഷഹീദാവാതെ കട്ടിലിൽ കിടന്ന് മരിച്ച മനുഷ്യനാണ്. ത്വൽഹ റളിയല്ലാഹു അത്ഭുതപ്പെട്ടു. അതെങ്ങനെയാണ്? കാരണം ഇസ്ലാമിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം, ജീവൻ നഷ്ടപ്പെടുത്തിയ വ്യക്തി, ഷഹീദായ രക്തസാക്ഷിയായി മരണപ്പെട്ട രണ്ടുപേർ അവിടെ നിൽക്കെ കട്ടിലിൽ കിടന്ന് മരണപ്പെട്ട സാധാരണ ജീവിതം കൈവരിച്ച മനുഷ്യൻ എങ്ങനെയാണ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുക? അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പിറ്റേ ദിവസം ചെന്ന്, റസൂലേ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിച്ചത് ഷഹീദല്ല, ഇന്ന മനുഷ്യനാണ്, അതെങ്ങനെയാണ് സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തറിയോ? ത്വൽഹ, അതിലിത്ര അത്ഭുതപ്പെടാൻ എന്താണെന്നാണ്. ത്വൽഹ, അതിലിത്ര അത്ഭുതപ്പെടാൻ എന്താണ്? മൂന്നാമത് മരിച്ച മനുഷ്യൻ അഥവാ സാധാരണ മരണം കൈവരിച്ച മനുഷ്യൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമല്ലേ മരണപ്പെട്ടത്? മറ്റു രണ്ടാളുകൾ, ആ മനുഷ്യന്റെ മറ്റ് രണ്ട് കൂട്ടുകാർ നേരത്തെ മരണപ്പെട്ടു പോയി. അപ്പോ അള്ളാഹുവിനെ ആരാധിക്കാൻ മൂന്നാമത്തെ മനുഷ്യന് കൂടുതൽ തൗഫീക്ക് ലഭിച്ചു എന്നാണ്. ആദ്യം ഷഹീദായ രണ്ടുപേരെക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആദ്യം ഷഹീദായ രണ്ടുപേരെക്കാൾ കൂടുതൽ തസ്ബീഹുകളിൽ, തഹ്ലീലുകളിൽ, തക്ബീറുകളിൽ, തഹ്മീദുകളിൽ ആര് കൂടുതലുണ്ടായിരുന്നു? ആ കട്ടിൽ കിടന്ന് മരണപ്പെട്ട മനുഷ്യൻ കൂടുതലുണ്ടായിരുന്നു എന്നാണ്. ഞാൻ ഈ ഒരു ചരിത്രം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇന്നലെ എത്ര തസ്ബീഹുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചൊല്ലിയിട്ടുണ്ട്? അതിനേക്കാൾ എത്ര തസ്ബീഹുകൾ ഇന്ന് ഞാൻ അധികരിപ്പിച്ചിട്ടുണ്ട്? സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇന്നലെ നമ്മളൊരു 10 സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്നത് 20 സുബ്ഹാനല്ലാഹ് മാറണം. ഇന്നലെ നമ്മൾ 10 അൽഹംദുലില്ലാഹ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇന്നത് 30 അൽഹംദുലില്ലാഹുകളായിട്ട് മാറണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കണം, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ കണ്ണുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടോ എന്നുള്ളത് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കാം. ഉണ്ടെങ്കിൽ എത്ര കാലം മുമ്പ് എന്ന് കൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത കരഞ്ഞ കണ്ണാണോ എൻ്റെ കണ്ണ് എന്നുള്ളത് ഒന്ന് ആലോചിക്കാൻ മതി. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആ കണ്ണുകളെ നരകം തൊടൂല എന്നല്ലേ? ആ കണ്ണുകളെ നരകം തൊടൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? നമുക്ക് എത്രമാത്രം അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കരയാൻ സാധിച്ചു എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളുടെ അവസ്ഥ എന്താണ്?
എത്രമാത്രം ഞാൻ എൻ്റെ റബ്ബിനെ ഓർക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിൽ എൻ്റെ റബ്ബിൻ്റെ സ്ഥാനം എന്താണ്? ആ ചോദ്യം പ്രിയമുള്ളവരെ ആവർത്തിച്ച് നമ്മളുടെ മനസ്സുകളെ പിടിച്ചു കുലുക്കണം. രാത്രികളിൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടണം. അള്ളാഹുവിനെ കുറിച്ചുള്ള എൻ്റെ മനസ്സിലെ സ്ഥാനം എന്താണ് എന്നുള്ള കാര്യം അല്ലേ? പലപ്പോഴും നമ്മുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ സ്ഥാനം എന്താണ്? 5 വഖത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, അതോടുകൂടി റബ്ബുമായിട്ടുള്ള നമ്മുടെ ബന്ധമൊക്കെ തീർന്നു. വേറെ ചില ആളുകളുണ്ട്, നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം പോലും ചൊല്ലാത്ത ചില ആളുകളുണ്ട്. പണ്ഡിതന്മാര് പഠിപ്പിക്കണം എന്തറിയോ? പൈശാചികമായ മാർഗത്തിലാണ് അവരെന്നാണ്. ചില ആളുകൾ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ കാണാം സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബർ ഒന്നും ചൊല്ലാതെ ഇമാമ് സലാം വിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടുന്ന ആളുകൾ. പണ്ഡിതന്മാര് പഠിപ്പിക്കേണ്ടത് ഒരു പൈശാചികമായ മാർഗത്തിലാണെന്നാണ്. പിശാച് അവരെ പിടിക്കാൻ അധിക താമസമൊന്നുമില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, അതൊക്കെ നഷ്ടപ്പെടുത്തുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള കടമയുടെ വിഷയത്തിൽ, ബാധ്യതകളുടെ വിഷയത്തിൽ നമ്മൾ എത്രമാത്രം അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വസ്തുതയാണ് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നുണ്ട്. ഒരുപാട് പ്രവാചകന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജ് യാത്രയെ കാണുന്നുണ്ട്. ഒരുപാട് വിശാലമായി പഠിക്കേണ്ട ഒരു ഹദീസാണ്. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും പോരാ ആ ഹദീസിന്റെ വിശദീകരണം പഠിക്കാൻ. അത്രമാത്രം വിശാലമായി കിടക്കുന്ന ഹദീസാണ്. ആ ഹദീസിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ്, നീ നിന്റെ ഉമ്മത്തിലേക്ക് തിരിച്ചു പോവല്ലേ? ഉമ്മത്ത് മുഹമ്മദിലേക്ക് പോവല്ലേ? ഉമ്മത്ത് മുഹമ്മദിലേക്ക് നീ എത്തിയാൽ, മുസ്ലിമീങ്ങളിലേക്ക് നീ എത്തിയാൽ ഇബ്രാഹിമിന്റെ സലാം നീ അവർക്ക് അറിയിക്കണോട്ടോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. എന്നിട്ട് നബിയോട് പറയാണ്, മുഹമ്മദ്, നീ അവരെ അറിയിക്കണം, സ്വർഗത്തിലെ മണ്ണ് വളരെ മനോഹരമാണ്, സ്വർഗത്തിലെ വെള്ളം വളരെ മനോഹരമാണ് എന്ന് മുഹമ്മദ് നീ നിന്റെ ഉമ്മത്തിനെ അറിയിക്കണം. കഴിഞ്ഞില്ല, സ്വർഗത്തിൽ എന്തുണ്ട്? ഒരു കൃഷിയുണ്ട്. സ്വർഗത്തിൽ എന്തുണ്ട്? ഒരു കൃഷിയുണ്ട്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നതാണ് ആ കൃഷി എന്നും മുഹമ്മദേ നീ നിന്റെ ഉമ്മത്തിനെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ആത്മാർത്ഥമായി കൊണ്ട് എൻ്റെ സംസാരം കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് ചോദിക്കട്ടെ, സ്വർഗത്തിൽ എത്ര തവണ നമ്മൾ കൃഷി ഇറക്കിയിട്ടുണ്ട്? നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ സ്വർഗത്തിൽ കൃഷി ഇറക്കിയിട്ടുണ്ട്? ഇതൊരു ചോദ്യമല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം കൻസുൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധിയാണ് ട്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ട് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന എത്ര ആളുകൾ, ഞാൻ ഉൾപ്പെടെ, സ്വർഗത്തിലെ നിധി കരസ്ഥമാക്കി എന്ന് ആത്മാർത്ഥമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, ഓരോ കലിമത്തിനും അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ഈന്തപ്പന മരം നട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ഇന്ന് നമ്മൾ എത്ര തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ചൊല്ലിയിട്ടുണ്ട്? ഇന്നത്തെ ദിവസം എത്ര ഈന്തപ്പന മരങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ റബ്ബ് സ്വർഗത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്? പ്രിയമുള്ളവരെ, നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഞാൻ വളരെ ആത്മാർത്ഥമായി എൻ്റെ സംസാരം കേൾക്കും നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കണേ, ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഉമ്മത്ത് മുഹമ്മദ് എന്ന് നമ്മളെ വിളിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ റസൂലിന്റെ സുന്നത്തിനെ ജീവിപ്പിക്കാൻ നമ്മളല്ലാതെ ഈ ലോകത്ത് പ്രിയമുള്ളവരെ ഇനി ആരാ ബാക്കിയുള്ളത്? ഇതൊരു ഗൗരവമുള്ള ചോദ്യമല്ലേ? എന്റെ റസൂലിന്റെ ഹദീസുകളെ സംരക്ഷിക്കാൻ ഞാനല്ലാതെ ഈ ലോകത്ത് ബാക്കി ആരാണ് ഉള്ളത് എന്നുള്ളത് ഗൗരവമുള്ള ഒരു ചോദ്യമല്ലേ? എന്റെ റസൂലിന്റെ സുന്നത്തുകളെ ജീവിപ്പിക്കാൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ റസൂൽ ഉറങ്ങിയതുപോലെ, എന്റെ റസൂൽ ഉണർന്നതുപോലെ, എന്റെ റസൂൽ കഴിച്ചതുപോലെ, എന്റെ റസൂൽ നടന്നതുപോലെ, എന്റെ റസൂൽ ഉടുത്തതുപോലെ, എന്റെ റസൂൽ സ്നേഹിച്ചതുപോലെ, എന്റെ റസൂല് മരിച്ചതുപോലെ, അങ്ങനെ ചിന്തിക്കാൻ പ്രിയമുള്ളവരെ നമ്മളല്ലാതെ ഈ ലോകത്തിനാരെ ബാക്കിയുള്ളത്? ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമില്ലേ?
പലപ്പോഴും ജീവിതത്തിൽ മുസ്ലിമിന് ഇന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മുസ്ലിമിന് ഇരട്ടത്താപ്പ് നയമാണ് മുസ്ലിം ഉമ്മത്തിന്റെ തകർച്ചയ്ക്ക് ഏറ്റവും പ്രധാന കാരണം. രണ്ട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഇന്ന് മുസ്ലിം ഉമ്മത്ത് ജീവിതത്തിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കാലത്തിനനുസരിച്ച് സുന്നത്ത് മാറൂല. 1400 വർഷങ്ങൾക്കും എന്താണോ സുന്നത്ത് അതാണ് ഇന്നും സുന്നത്ത്, എന്നും സുന്നത്ത്. അതിന് എത്ര വലിയ ലാബിൽ കൊണ്ടുപോയി എത്ര വലിയ രൂപത്തിൽ സാങ്കേതികപരമായി അതിനെ വളച്ചൊടിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവും പഠിപ്പിച്ച അധ്യാപനം അത് അന്നും ഇന്നും എന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സംസ്കാരം അത് മാത്രമാണ്. അത് പ്രഖ്യാപിക്കാൻ നട്ടലുള്ള ഒരു യുവത്വമാണ് ഒരു മുസ്ലിം ഉമ്മത്താണ് ഉണ്ടാവേണ്ടത്. അതല്ലാതെ കേവലം 2 വള്ളത്തിലും കാലിട്ട് നിൽക്കുന്ന മുസ്ലിം ഉമ്മത്ത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ചില ആളുകൾ വരും ഒഴുക്ക് ചാലിൽ ചണ്ടികളെ പോലെയായിരിക്കും അവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രവചനം. പ്രിയമുള്ളവരെ, നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുവാനും ആ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച അധ്യാപനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കഴിയണം. എല്ലാ ഖുതുബകളുടെ തുടക്കത്തിലും നമ്മൾ കേൾക്കുന്ന ഒരു വാചകമാണ് അല്ലേ, അള്ളാഹുവിന്റെ അധ്യാപനങ്ങളും എല്ലാ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഉൾപ്പെടുത്തണേ എന്ന് ഞാൻ എന്നോടുന്ന പോലെ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു എന്നൊക്കെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഖുതുബയിലും കേൾക്കുന്നവരാണ് നമ്മളൊക്കെ. എത്ര ഗൗരവമുള്ള ഭാഗമാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര ഗൗരവമുള്ള വിഷയമാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളുടെ വിഷയത്തിൽ ഇവിടെ മുമ്പ് താജുദ്ദീൻ സ്വലാഹിയുടെ സംസാരം ഇട്ടപ്പോ കുറച്ച് മാർക്കുകൾ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞതുപോലെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ വിഷയത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എത്ര മാർക്ക് രേഖപ്പെടുത്തുന്നു? തഫ്സീർ ഖുർത്തുബിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. തഫ്സീർ ഖുർത്തുബിയിൽ ഇബ്നു ഹജർ റഹ്മഹുല്ലാ, ഇമാം ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാ, അദ്ദേഹത്തോട് 4 ആളുകൾ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 4 ആളുകൾ അദ്ദേഹത്തോട് വന്ന് ചോദിക്കണം. ഒന്നാമത്തെ ആൾ ചോദിക്കുന്നത്, ഇമാം, എൻ്റെ നാട്ടിൽ ഭയങ്കര വരൾച്ചയാണ്, ഞാൻ എന്തു ചെയ്യണം? ഇമാമിന്റെ മറുപടി, ഇസ്തഗ്ഫിരില്ല, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, നീ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുക എന്നാണ്. രണ്ടാമത് വന്ന മനുഷ്യൻ പറയാണ്, ഇമാം, എൻ്റെ നാട്ടിൽ ദാരിദ്ര്യമാണ്, ഭക്ഷണമില്ല. ആ വ്യക്തിയോടും ഇമാമിന്റെ മറുപടി, ഇസ്തഗ്ഫിരില്ല, നീ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുക എന്നാണ്. മൂന്നാമത് വന്ന മനുഷ്യൻ പറഞ്ഞത്, ഇമാം, കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി, എനിക്ക് മക്കളില്ല. ഇമാമിന്റെ മറുപടി, ഇസ്തഗ്ഫിരില്ല, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക എന്നാണ്. നാലാമതും വന്ന മനുഷ്യൻ ഇമാമിനോട് പറഞ്ഞത്, ഇമാം, നാട്ടിൽ കൃഷിയില്ല, ഒക്കെ നശിച്ചു പോവുകയാണ്, ഞാൻ എന്തു ചെയ്യും? ഇമാമിന്റെ മറുപടി, ഇസ്തഗ്ഫിരില്ല, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക എന്നാണ്. 4 ആളുകൾ വന്ന് 4 രൂപത്തിലെ ചോദ്യം ചോദിച്ചു. എല്ലാവർക്കും ഒരേ രൂപത്തിലെ മറുപടി. കൂടെ നിന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാം അത്ഭുതപ്പെടുകയാണ്. 4 ആളുകളും 4 ചോദ്യം ചോദിച്ചത്, പക്ഷേ ഇമാമിന്റെ മറുപടി ഒന്നായിരുന്നു. എന്തേതുള്ള കാരണമെന്ന് ഇമാമിനോട് ചോദിച്ചപ്പോ ഇമാം ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാ പറഞ്ഞത്, അത് ഞാൻ പറഞ്ഞ മറുപടിയല്ല. 4 ആളുകൾ ചോദിച്ചത് 4 ചോദ്യമാണെങ്കിലും ഞാൻ കൊടുത്ത ഉത്തരം ഒന്നാണ്. അത് എന്റെ ഉത്തരമല്ല, അത് അല്ലാഹുവിന്റെ ഉത്തരമാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മറുപടിയാണ് ഞാനും കൊടുത്തത് എന്ന് ഇമാം ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയാൻ. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടവരുണ്ട്, ജീവിതത്തിൽ മറ്റിതര അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടവരുണ്ട്. അല്ലാഹുവിന്റെ മുൻപിൽ ആത്മാർത്ഥമായി ഒന്ന് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ച ആളുകൾ ഇക്കൂട്ടത്തിൽ എത്ര പേരുണ്ട് എന്നുള്ളത് പ്രിയമുള്ളവരെ ഗൗരവത്തിൽ ആലോചിച്ചു. ഞാൻ പലപ്പോഴും പല സദസ്സുകളും പറയാറുള്ളൊരു കാര്യമാണ്, എനിക്കൊരു വിഷമമുണ്ടായാൽ സാധാരണ ഒരു മനുഷ്യപ്രകൃതിയിൽ നമ്മൾ എന്താ ചെയ്യുക? എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് അതൊന്ന് വിശദീകരിക്കും. നമ്മൾ പറയണ്ട, എനിക്ക് ഇപ്പോഴൊരു സമാധാനമായത്, ഞാനതൊന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു സമാധാനം ലഭിച്ചത് എന്നാണ്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ അതൊരു വിശ്വാസിയുടെ നിലപാടാണോ എന്ന് ഒന്ന് ആത്മാർത്ഥമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി.
അള്ളാഹു പറയണെന്താ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, എന്നെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമേ നിങ്ങളുടെ ഹൃദയം സമാധാനത്തിലാവുകയുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മുടെ ഹൃദയം ഒന്ന് സമാധാനത്തിലാവാത്തത്? അങ്ങനെ ചിന്തിക്കണമല്ലോ. അള്ളാഹുവിനെ കുറിച്ചൊക്കെ ഓർത്തിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം, പ്രിയമുള്ളവരെ, സമാധാനത്തിലാവാത്തത് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കുക. ചില ആൾക്കാരൊക്കെ പറയും ഭയങ്കര ടെൻഷനാണ്, ടെൻഷൻ അടിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരൊന്നും അള്ളാഹുവിനെ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളൊരു വെള്ളത്തിൽ നിന്ന് ഒരു മീനിനെ പിടിച്ച് കരയിലേക്ക് ഇടുക. വെള്ളത്തിൽ നിന്ന് ഒരു മീനിനെ പിടിച്ച് കരയിലേക്ക് ഇടുക. എന്തായിരിക്കും മീനിന്റെ അവസ്ഥ? ആ കരയിൽ കിടന്ന് മീൻ പിടക്കും, കുറച്ച് കഴിയുമ്പോൾ ആ മീൻ മരിക്കുകയും ചെയ്യും. അതുപോലെയാണ് ഒരു മനുഷ്യന്റെ റൂഹിന് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എന്നാണ്. ഒരു മനുഷ്യന്റെ റൂഹിന് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അതുപോലെയാണ്. എൻ്റെ ഹൃദയത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാറിക്കൊണ്ടിരുന്നാലോ പിന്നെന്താ സംഭവിക്കുക? ഞാൻ ദീനിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ കുറിച്ച് ഞാൻ കൂടുതൽ അടുക്കാൻ ശ്രമിച്ചാലോ ഞാൻ ദീനിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കും. ഏതുപോലെ? മീനിന് വെള്ളം എത്ര ആവശ്യമാണോ അതുപോലെ ഒരു മനുഷ്യ ശരീരത്തിന് അള്ളാഹുവിന്റെ ദിക്ർ ആവശ്യമാണ്. ഒരു മനുഷ്യ മനസ്സിന് അള്ളാഹുവിന്റെ ദിക്ർ ആവശ്യമാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ജീവിതത്തിലുടനീളം ഖുർആനിനെ ചേർത്ത് പിടിക്കാനും അള്ളാഹുവിന്റെ ദിക്റിനെ ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയണം. ഇത് രണ്ടുമില്ല എങ്കിൽ പ്രിയമുള്ളവരെ ജീവിതം പൂർണ്ണ പരാജയമാണ്. നിങ്ങൾക്കറിയോ, സ്വിറ്റ്സർലാൻഡിൽ പഠിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഓർമ്മശരിയാണെങ്കിൽ 41 വയസ്സുണ്ട്. ഒരിക്കൽ ഒമാനിൽ വെച്ച് വളരെ യാദൃച്ഛികമായി എയർപോർട്ടിൽ വെച്ച് ഞങ്ങൾ കാണുകയും അദ്ദേഹത്തോട് ഖുർആനിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് അദ്ദേഹത്തിന്റെ റിസർച്ച് സ്റ്റഡി തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഖുർആനുമായി പഠിക്കാൻ ഇന്ന് അദ്ദേഹം മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ വരെ എടുത്തു എന്നുള്ളിടത്താണ് നമ്മൾ ഓരോരുത്തരും സ്വയം നമ്മളെ ഒന്ന് ആലോചിക്കേണ്ടത്. കാരണം എന്താ അറിയോ, എത്ര കൊല്ലമായി ഖുർആൻ കേൾക്കുന്നുണ്ട്? എത്ര കൊല്ലമായി ഖുർആൻ കേൾക്കുന്നുണ്ട്? ഞാനൊരു പോയിന്റ് കൂടി പറയാണ്, നമ്മളെല്ലാവരും മനസ്സിരുത്തി ആലോചിക്കേണ്ട ഒരൊറ്റ പോയിന്റ് കൂടി പറയാണ്. ഒരു ഇമാമ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോണ്ടല്ലോ, നമ്മളിങ്ങനെ ഇമാമ് മഅ്മൂമായിട്ട് നമസ്കരിക്കുമ്പോൾ ഇമാം ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളും സ്വഹാബാക്കളും നമ്മൾ വ്യത്യാസമായി, ഞാൻ മനസ്സിലാക്കിയ വ്യത്യാസം പറയട്ടെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇമാമും മഅ്മൂമുമായി നമ്മൾ നമസ്കരിക്കുമ്പോൾ സ്വഹാബാക്കളും മഅ്മൂമീങ്ങളായി നിൽക്കുന്നുണ്ട്, നമ്മളും മഅ്മൂമീങ്ങളായി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളും സ്വഹാബാക്കളും നമ്മൾ വ്യത്യാസം എന്താ അറിയോ? സ്വഹാബാക്കൾ ഇമാമിന്റെ ഖുർആൻ കേൾക്കുന്നത് ഹൃദയം കൊണ്ടാണ്, നമ്മൾ ഇമാമിന്റെ ഖുർആൻ കേൾക്കുന്നത് ചെവി കൊണ്ടാണ്. നമുക്ക് വിശുദ്ധ ഖുർആൻ പാരായണം കേവലം ഒച്ച മാത്രമാണ്, ഒരു ശബ്ദം മാത്രമാണ്. നമ്മുടെ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. സഹാബാക്കൾക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഖുർആൻ. എന്തേ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇനിയൊരു പ്രവാചകൻ വരുമായിരുന്നുവെങ്കിൽ ലകാന ഉമറു നബിയ്യ, ഉമർ പ്രവാചകനാകുമായിരുന്നു. അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ട്, ഉസ്മാൻ ജീവിച്ചിരിപ്പുണ്ട്, അലി ജീവിച്ചിരിപ്പുണ്ട്. പ്രമുഖരായ ഏറ്റവും നല്ല സഹാബിമാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയാണ് ലകാന ഉമറു നബിയ്യ, ഇനിയൊരു പ്രവാചകൻ വരുമായിരുന്നുവെങ്കിൽ ഉമർ പ്രവാചകനാകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ. ആ ഉമർ എങ്ങനെ ഇസ്ലാം സ്വീകരിച്ചെന്നറിയോ? വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടിട്ടാണ്. എന്തേ ഉമറിന് മാറിയ മനസ്സ് എനിക്കും നിങ്ങൾക്കും മാറുന്നില്ല? സ്വഹാബാക്കൾക്ക് മാറിയ മനസ്സുണ്ടല്ലോ. ഖുർആൻ കേട്ടിട്ട് ഉമറിന് പനി പിടിച്ചു എന്ന് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഏതായത്ത് കേട്ടിട്ട് എന്റെ നിങ്ങളുടെ കണ്ണുകൾ നനഞ്ഞത്? വിശുദ്ധ ഖുർആനിന്റെ
തമ്മിലുള്ള വ്യത്യാസം? അവരും നമ്മൾ വ്യത്യാസം എന്താണ്? നമ്മൾ ചെവി കൊണ്ട് ഒരൊച്ചയായി മാത്രം, കേവലം ശബ്ദമായി മാത്രം, കേവലം പാരായണം ചെയ്യപ്പെടാനുള്ള ഒരു ഉപകരണമായി മാത്രം ഖുർആനിനെ കാണുന്നു. അവർ ജീവിതം തന്നെ മാറ്റിമറിച്ചത് വിശുദ്ധ ഖുർആൻ കൊണ്ടാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ എത്രമാത്രം ആ ഖുർആനിനെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. വിശുദ്ധ ഖുർആൻ ഒരു അത്ഭുതമാണ്. ഓരോ ആയത്തുകളും, വിശുദ്ധ ഖുർആനിന്റെ ഓരോ സൂറത്തുകളും പ്രിയമുള്ളവരെ മഹാത്ഭുതമാണ്. പഠിക്കണം, വായിക്കണം. സൂറത്തുർ റഹ്മാൻ നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. സൂറത്തുർ റഹ്മാനിന്റെ 2-ാമത്തെ ആയത്ത്, അല്ലമൽ ഖുർആൻ, ഖുർആൻ നിങ്ങളെ പഠിപ്പിച്ചു. വഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്തു. ഖുർആൻ പഠിപ്പിച്ചതിനു ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന ആയത്ത് അള്ളാഹു കൊണ്ടുവന്നത്. പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്, എന്തേ അള്ളാഹു അങ്ങനെ പഠിപ്പിക്കാനുള്ള കാരണം? മനുഷ്യനെ സൃഷ്ടിച്ചിട്ടാണല്ലോ മനുഷ്യനെ ഖുർആൻ പഠിപ്പിക്കുക. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമാണല്ലോ മനുഷ്യനെ ഖുർആൻ പഠിപ്പിക്കുക. ഇവിടെ സൂറത്തിൽ അള്ളാഹു പറഞ്ഞെന്താ? അല്ലമൽ ഖുർആൻ വഖലഖൽ ഇൻസാൻ. ആദ്യം പറഞ്ഞത് ഖുർആൻ എന്ത് ചെയ്തു? അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചു. പിന്നെ വഖലഖൽ ഇൻസാൻ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് അസീസ് അൽ അനസി ഹഫിളഹുല്ലാഹ് ജീവിച്ചിരിക്കുന്ന മുഹദ്ദിസും മുജദ്ദിദും മുഫസ്സിറുമായ പണ്ഡിതനാണ്. അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറയാനുള്ള കാരണമെന്ന്. അദ്ദേഹം പറയാണ്, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കാനാണ്. ഇത്ര ഗൗരവവാക്കെന്നറിയോ? ഇത്ര ഗൗരവവാക്കെന്നറിയോ? അതിങ്ങനെ പറയുമ്പോൾ ഹൃദയം ഒന്ന് വിറകൊള്ളണം, ഒന്ന് പേടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്വഹാബാക്കളുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞില്ലേ, ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളൂന്നാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് അസീസ് അൽ അനസി ഹഫിളഹുല്ലാഹ് പറയണത്, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ, അള്ളാഹ് മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ എന്താണ്? വിശുദ്ധ ഖുർആൻ പഠിക്കാനാണെന്ന് പറയുമ്പോൾ ആ വിശുദ്ധ ഖുർആനിന് എത്ര ആയത്തുകൾ. മുമ്പ് താജുദ്ദീൻ സ്വലാഹി അദ്ദേഹം കുറെ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ, ആ ചോദ്യങ്ങൾ ഇവിടേക്കൊന്ന് കൊണ്ടുവരിക. എന്നിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര കൊല്ലം ജീവിക്കുന്നുണ്ട് ഈ ദുനിയാവിൽ അല്ലേ? ഒരു 30 വയസ്സുള്ളൊരു മനുഷ്യനുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി. ഇനിയിപ്പോൾ ഏറിയൊരു 40 കൊല്ലം കൂടെയല്ലേ പോവുള്ളൂ, ഏറിയൊരു 35 കൊല്ലം കൂടെയല്ലേ ദുനിയാവിൽ പോവുള്ളൂ. മരിക്കും എന്നുള്ളത് വസ്തുതയാണല്ലോ, മരിക്കും എന്നുള്ളത് എന്തായാലും കള്ളല്ലല്ലോ. അപ്പൊ അതിനു മുമ്പ് അള്ളാന്റെ ഖുർആനെ ഞാൻ എത്രത്തോളം അടുത്തറിഞ്ഞിട്ടുണ്ട്, ആ ഖുർആനിലൂടെ എൻ്റെ റബ്ബ് എന്താണ് ഞാനുമായി സംസാരിക്കാൻ ശ്രമിച്ചത് എന്നെങ്കിലും ഒന്നറിയാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണ്ടേ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മളെല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഖുർആൻ ഓതിയിട്ട് നമ്മളോട് തന്നെ, നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ സ്വയം മാറ്റുക. അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബി എന്ത് ചെയ്യുന്നറിയോ? അടുത്തൊരു പള്ളിയിലേക്ക് ഇമാമാക്കി നിർത്തുകയാണ്. അപ്പൊ സ്വഹാബി ആ പള്ളിയിൽ ഇമാമ് നിന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പള്ളിയിൽ മഅ്മൂമീങ്ങളായിട്ട് നിൽക്കുന്ന സ്വഹാബാക്കൾ നബിയുടെ അടുത്ത് വരികയാണ്. നബിയെ, കുറച്ച് പ്രശ്നമുണ്ട്, ഒരു പരാതിയായിട്ടാണ് അവർ വരണത്. അപ്പൊ നബി ചോദിച്ചു, എന്താ പ്രശ്നം? അദ്ദേഹം നല്ല ഖിറാഅത്തുള്ള മനുഷ്യനാണല്ലോ, ഖുർആനിനെ കുറിച്ച് നല്ല അറിവുള്ള സ്വഹാബിയാണല്ലോ, എന്താണ് അദ്ദേഹത്തിന് ഇമാമത്തിന് പ്രശ്നം? അപ്പൊ മഅ്മൂമീങ്ങളായിട്ടുള്ള സ്വഹാബികൾ പറയണെന്തറിയോ? റസൂലേ, അദ്ദേഹം എപ്പോൾ ഇമാമ് നിന്നാലും ഏത് സൂറത്ത് പാരായണം ചെയ്താലും ആ സൂറത്തിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. ഇപ്പൊ 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്താൽ അതിന് തൊട്ട് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും, എന്നിട്ടേ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യുള്ളൂ. ഇതാണ് മഅ്മൂമീങ്ങളായിട്ടുള്ള സ്വഹാബാക്കളുടെ പരാതി. ഏത് റക്അത്തിലും ആ സ്വഹാബി അങ്ങനെയാണ്. എന്ത് പാരായണം ചെയ്താലും മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായ സ്വഹാബിയെ വിളിച്ചു, എന്താ പ്രശ്നം? ഇങ്ങനെ ഒരു പരാതി കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആ ഇമാമായ സ്വഹാബി പറഞ്ഞ മറുപടി എന്തറിയോ? റസൂലേ, സത്യത്തിൽ ഞാൻ ആ സൂറത്തുൽ ഇഖ്ലാസിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹമുള്ളത് കൊണ്ടാ റസൂലേ, അത് ഓതാതെ എനിക്ക് വേറെ ഒരു സൂറത്തും ഓതാൻ കഴിയില്ല എന്നാണ്.
ആ സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള മഹബ്ബത്ത് കൊണ്ട്, സ്നേഹം കൊണ്ട് എനിക്ക് വേറെ ഒരു സൂറത്തോട് ഓതാൻ പറ്റൂല. അത് ഓതണമെങ്കിൽ എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയോ? നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്നാണ്. അല്ലേ? ഇത്ര മനോഹരമായ വാചകമാണ്. നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്നാണ്. 114 സൂറത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. സംസാരിക്കുന്ന ഞാൻ എന്നോടും കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാണ്, എനിക്കും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഒരു സൂറത്ത് എന്ന് പറയാൻ കഴിയും? എന്നെയും നിങ്ങളെയും നാളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സൂറത്ത് പറയാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കഴിയും? എന്തേ ഖുർആനുമായിട്ട് നമ്മൾ ഇത്രമാത്രം അകന്നുപോയി? പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനുമായി നമ്മൾ എന്തുകൊണ്ട് ഇത്രമാത്രം അകന്നുപോയി എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം ഉമ്മത്തിന്റെ തകർച്ചയ്ക്ക് കാരണങ്ങൾ രണ്ടാണ്. അതിലൊരു കാരണം വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം, വിശുദ്ധ ഖുർആനിലെ അറിവ് ഇന്ന് മുസ്ലിം ഉമ്മത്തിനില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം, അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ നമ്മൾ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ഞാൻ ഇഷ്ടമുള്ളത് സ്വീകരിക്കുന്നു, എനിക്ക് സൗകര്യപ്പെടാത്തത് ദീനിന്റെ കാര്യത്തിൽ ഞാൻ മാറ്റിവെക്കുന്നു. ആ ഒരു നയം പ്രിയമുള്ളവരെ ഈ മുസ്ലിം ഉമ്മത്ത് എന്ന് ഏറ്റെടുത്തോ അന്ന് മുതൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? മുസ്ലിം ഉമ്മത്തിന്റെ തകർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഈ സമകാലികമായി നടക്കുന്ന സൂംബ വിഷയത്തിൽ പോലും മുസ്ലിം ഉമ്മത്തിന് 2 തട്ടിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ഗൗരവത്തിൽ പഠിപ്പിച്ചൊരു വിഷയമാണ് ഇഖ്തിലാത്തിന്റെ വിഷയം, ആണും പെണ്ണും കൂടിക്കലരുന്ന വിഷയം. ഇത്ര ഗൗരവത്തിലാണ് പഠിപ്പിച്ചെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ പോലും 5 വഖത്തുള്ള നിസ്കാരത്തിൻ്റെത് 3 വഖത്തെ പഠിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി പഠിപ്പിച്ചത് ഹദീസിലാണ്. അതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിലെ ഏറ്റവും പ്രത്യക്ഷമായ, ഏറ്റവും പ്രബലമായ നമസ്കാരത്തെക്കാൾ കൂടുതൽ ഖുർആനിൽ പഠിപ്പിച്ചെന്തറിയോ? ഇഖ്തിലാത്തിന്റെ വിഷയമാണ്. ആണും പെണ്ണും കൂടിക്കലരുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്ന് പ്രിയമുള്ളവരെ, എവിടെയാണ് നമ്മൾ ആ നയം സ്വീകരിക്കുന്നത്? ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമില്ലേ? ഇസ്ലാം ഒരു ആണും പെണ്ണും കൂടിക്കലരരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ ഇന്ന് എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് കഴിയുന്നില്ല? മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞില്ലേ, കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ് എന്നാണ്. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞെന്താണ്? കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്. വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ ഉമർ അവിടെ നിൽക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാൽ ഉമർ അവിടെ നിൽക്കും. അവിടെ പിന്നെ ഉമറിന്റെ വൈകാരികതയ്ക്ക് സ്ഥാനമില്ല, ഉമറിന്റെ വാശിക്ക് സ്ഥാനമില്ല, ഉമറിന്റെ അറിവിന് സ്ഥാനമില്ല, ഉമറിന്റെ എക്സ്പീരിയൻസിന് സ്ഥാനമില്ല. ഖുർആൻ പറഞ്ഞോ, ഹദീസ് പറഞ്ഞോ, ഞാൻ അവിടെ നിൽക്കും. നമ്മുടെ മക്കളെ ആണും പെണ്ണും കൂടിക്കലരുന്നതും അത്തരം ഡാൻസുകളും ഇസ്ലാമിന്റെ സംസ്കാരമല്ല എന്ന് ഖുർആനും സുന്നത്തും വ്യക്തമായി പഠിപ്പിക്കുമ്പോഴും എന്തേ മുസ്ലിം ഉമ്മത്ത് 2 തട്ടിലായി പോകുന്നു? ഇൽമില്ലാത്തത് കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണ്. ഏതുവരെ മഹ്റമുകളുടെ സ്ഥാനത്ത് പോലും ഇസ്ലാം കൊണ്ടുവന്ന ഗൗരവം എത്രയാണെന്നറിയോ? സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയുടെ വിഷയത്തിൽ, ജ്യേഷ്ഠന്റെ സഹോദരന്റെ വിഷയത്തിൽ ജ്യേഷ്ഠന്റെ ഭാര്യ സ്വീകരിക്കേണ്ട നിലപാടെന്താ ഇസ്ലാം പഠിപ്പിച്ചത്? ജ്യേഷ്ഠന്റെ ഭാര്യ വീട്ടിലുണ്ടാവുമ്പോ ആ ജ്യേഷ്ഠന്റെ അനിയനും ഒരു അനുജനും വീട്ടിലുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ ജ്യേഷ്ഠന്റെ ഭാര്യ സ്വീകരിക്കേണ്ട നിലപാടെന്താ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചത്? സ്വന്തം അനിയനല്ലേ. പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച എന്താ? ജ്യേഷ്ഠൻ ഇങ്ങനെ ഭാര്യ പ്രഗ്നന്റ് ആണെങ്കിൽ, ജ്യേഷ്ഠൻ വിദേശത്താണെങ്കിൽ ജ്യേഷ്ഠൻ ഇങ്ങനെ വിളിച്ചു പറയും, അനുജനെ വിളിച്ചിട്ട് പറയും, ഒരു കാര്യം ചെയ്യും, അവൾക്ക് ടെസ്റ്റ് ഉണ്ട്, നീ എന്ത് ചെയ്യും, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ആരോടാ പറയണേ? സ്വന്തം അനുജനോടാണ്. ശരി, സ്വന്തം അനുജനോടാണ്. ആരുടെ വിഷയത്തിലാണ് പറയണേ? സ്വന്തം ഭാര്യയുടെ വിഷയത്തിൽ. എന്തേ ബന്ധല്ലേ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണമെന്നറിയോ? അൽ ഹംവു അൽ മൗത്ത് എന്നാണ്.
ആ ജ്യേഷ്ഠന്റെ അനുജൻ മരണമാണ് എന്ന് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം. സ്വന്തം അനുജൻ മരണമാണ് എന്നൊരു ജ്യേഷ്ഠനെ പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ ദീൻ ഇസ്ലാം. നമുക്കെവിടെയാണ് ആ ഒരു ഗൗരവം നഷ്ടപ്പെട്ടു പോയത്? സ്വന്തം അനുജന്റെ വിഷയത്തിൽ പോലും സൂക്ഷിക്കണമെന്ന് പറയുന്നിടത്ത് ഇതിപ്പോ ബന്ധങ്ങളല്ലേ, അവരിപ്പോ എന്താ വിചാരിക്കുക? ഞാൻ അവരെ കൂടി ഇരുന്നിട്ടില്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക? ഞാൻ അവരുടെ ഭക്ഷണം കഴിക്കാൻ അവരുമായിട്ടൊന്നും തൊട്ടിരുമിരുന്നിട്ടില്ല എന്താ വിചാരിക്കുക? ഞങ്ങളെ പണ്ട് ഒരുപാട് കളിച്ചു വളർന്ന ആൾക്കാരല്ലേ, ഞങ്ങളെ പണ്ട് ഒരുപാട് ജീവിച്ച ആൾക്കാരല്ലേ എന്നൊക്കെ നമ്മൾ പറയണ്ടാവും. ഇസ്ലാം വെച്ച് അതിർവരമ്പ് ലംഘിച്ചാണ്ടല്ലോ, ഇസ്ലാം വെച്ച് അധ്യാപനം ലംഘിച്ചാണ്ടല്ലോ. പ്രിയമുള്ളവരെ, എഴുതി വെച്ചോളി, ഇസ്ലാം വരച്ച നിയമം അത് ലംഘിച്ചാൽ ജീവിതം തന്നെ തകർന്നടിയും. ഇത് പറയാൻ എൻ്റെ കയ്യിൽ അനുഭവം പോലുണ്ട്. കഴിഞ്ഞ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം പെരിന്തൽമണ്ണയിലെ പെൺകുട്ടികളുടെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി നാട്ടിൽ വന്ന സമയത്ത് 3 ദിവസത്തേക്ക് വന്നതാണ്. അപ്പൊ ഒരു പട്ടാമ്പിയിൽ നിന്ന് ഒരു പേരന്റ് വിളിക്കുന്നുണ്ട്, അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രോഗ്രാമിലാണ്, എനിക്ക് നിങ്ങളുള്ള സ്ഥലത്തേക്ക് വരാൻ കഴിയില്ല, ഞാനുള്ള സ്ഥലത്തേക്ക് വന്നാൽ നമുക്ക് കാണാം. അങ്ങനെ അവര് ഞാൻ നിൽക്കുന്ന റിസോർട്ടിലേക്ക് വന്നു. അവര് വന്നപ്പോൾ ഒരു 5 ആൾക്കാരുണ്ടായിരുന്നു. വാപ്പയുണ്ട്, പിന്നെ വാപ്പയുടെ മകനുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനിയന്മാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ ഇവരൊക്കെ പരിചയപ്പെടുത്തിയതിനു ശേഷം ഇവരടുത്ത് പ്രശ്നം വേറൊന്നുമല്ല, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനുജത്തിയുടെ മകളുമായി ഇദ്ദേഹത്തിന്റെ മകന്റെ അവിഹിത ബന്ധം. ആ അവിഹിത ബന്ധം എവിടെത്തി? അവസാനം അവൾ പ്രഗ്നന്റ് ആകുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഞാൻ ചോദിച്ചു, ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നോ? അല്ല, അവർ പണ്ട് മുതലേ കളിക്കൂട്ടുകാരായിരുന്നു എന്ന് അതിന് പറഞ്ഞ ന്യായം. നമ്മൾ പറയല്ലോ, അവർ പണ്ട് മുതലേ കളിച്ചു വളർന്ന ആൾക്കാരല്ലേ, അവർ പണ്ട് മുതലേ ഒരുമിച്ച് നടന്ന ആളുകളല്ലേ. ഇവിടെ തന്നെ പ്രശ്നം, കളിക്കൂട്ടുകാരായിരുന്നു എന്നതാ പ്രശ്നം. എന്നോട് ചോദിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ആ മോന്റെ വിഷയത്തിൽ ഒരു വാപ്പ നിസ്സഹായനായി ചോദിക്കാണ്. കാരണം എന്താ? ആ മോളുടെ വാപ്പ കേസ് കൊടുത്താൽ പോക്സോ കേസിലെ ഭാഗത്താണ്. കാരണം അവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, 17 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. 10 വർഷം ജയിലിൽ കിടക്കും. അപ്പൊ ഞാൻ 2 ഉപാധി വെച്ചു. ഒന്നാമത്തേത്, അവൾക്ക് 18ാമത്തെ വയസ്സാകുന്നത് വരെ കാത്തു നിൽക്കുക, 18 വയസ്സായി കഴിഞ്ഞാൽ ഇവനെ പിടിച്ച് അവളെ തന്നെ കെട്ടിക്കുക. രണ്ടാമത്തെ കാര്യം, ഒന്നും വേണ്ട, അവര് കേസ് കൊടുക്കുക, ഇവൻ ജയിലിൽ പോകാൻ തയ്യാറാവുക. ഈ 2 കാര്യം ഇവിടെ നടക്കുള്ളൂ. സ്വന്തം പാപ്പയും ഉമ്മയും അറിയാതെ 2 വർഷം ഒരന്യ പുരുഷന് ടെറസിലെ തന്നെ ഡോറ് തുറന്നു കൊടുത്തൊരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാണിന് കൂടെ അവിടെ കിടക്കൂല. ഇത് എന്താ ഉറപ്പുള്ള ഞാൻ ആ വാപ്പാനോട് ചോദിച്ചു. ഒരു കുറച്ച് സ്റ്റക്കായിട്ട് അങ്ങോട്ട് നിന്നു, ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു കൊടുത്ത പരിഹാരം ഇതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ പറഞ്ഞത് ഈ കളിക്കൂട്ടുകാരൊക്കെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ കുറച്ച് നീണ്ടുപോയതാണ്. ഏതായാലും ഇസ്ലാം വെച്ച് അതിർവരമ്പ് ലംഘിച്ചാൽ നേരിടേണ്ടി വരുന്ന ദുരന്തം വളരെ വലുതായിരിക്കും. അതിന് എത്ര വലിയ കാര്യമാണെങ്കിലും മഹ്റമുകളാര്, മഹ്റമുകളല്ലാത്തവരാര് എന്ന് അറിയൽ നിർബന്ധമാണ്. ഒമാനിൽ വെച്ച് ഒരു വാപ്പ എന്നോടൊരു ഫത്വ വഹിച്ചു. എൻ്റെ കുട്ടിക്ക് പ്രായപൂർത്തിയായി, ഞങ്ങൾ ആഘോഷിക്കട്ടെ, എല്ലാവരും ഒന്ന് വിളിച്ചേർത്ത് അവൾക്ക് ഈ മഞ്ഞളൊക്കെ ഒഴിച്ചുകൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ഞങ്ങൾ ആഘോഷിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആഘോഷിക്കലൊക്കെ വരട്ടെ, നിങ്ങൾ വേറൊരു ദിവസം വിളിച്ചിട്ട് ഫുഡൊക്കെ കൊടുത്തോ. അന്നത്തെ ദിവസം ഒരു വാപ്പയും ചെയ്യേണ്ടെന്നറിയോ? മക്കളെ വിളിച്ചിങ്ങനെ അടുത്തേക്ക് ഇരുത്തുക. ആ പ്രായപൂർത്തിയായ മോളെ ഉണ്ടല്ലോ, വിളിച്ചിങ്ങനെ അടുത്തേക്ക് ഇരുത്തുക. ഒരു വാപ്പയും ഉമ്മയും അവളുടെ അടുത്തിരുന്ന് അവളുമായി ചേർന്നിരിക്കുക. എന്നിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കണം, മോളെ, ഇന്നലെ വരെ അല്ലാത്തൊരു പെൺകുട്ടിയാണ് ഇന്നു മുതൽ നീ. നിന്റെ മനസ്സ് വളരുന്നുണ്ട്, ശരീരം വളരുന്നുണ്ട്. ഇന്നലെ വരെ നിന്റെ ശരീരത്ത് തൊട്ടതുപോലെയല്ല ഇന്നു മുതൽ ഒരാണ് നിന്റെ ശരീരത്ത് തൊടുമ്പോ അത് ആര് തൊടണം എന്ന് തീരുമാനിക്കേണ്ട നീയാണ്. ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുണ്ട്. മോൾക്ക് പറഞ്ഞു കൊടുക്കണം ആരാ മഹ്റമുകൾ എന്നൊക്കെ. നിന്റെ ശരീരത്തെ ഇനി മുതൽ തൊടാൻ അള്ളാഹു അനുവാദം കൊടുത്തിട്ടുള്ളത് ആരൊക്കെ എന്ത് ചെയ്യണം?
മോൾക്കിരുന്ന് പറഞ്ഞു കൊടുക്കണം. പ്രായപൂർത്തിയാവുന്ന ദിവസം ഒരു വാപ്പും ചെയ്യേണ്ട കാര്യം അതൊക്കെയാണ്. അതുപോലെ പ്രായപൂർത്തിയായാലുള്ള ഫിഖ്ഹിന്റെ മസലകൾ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ കുറെ ആൾക്കാർ വിളിച്ചോട്ട് കുറെ സദ്യം കൊടുത്ത് അത് കൊടുക്കണ്ട എന്നല്ല പറയണത്. അതൊക്കെ മോശപ്പെട്ട കാര്യമാണെന്നല്ല പറയണ്ടത്. പക്ഷേ അവിടെ ചെയ്യണമെന്നല്ല, മോൾക്ക് കൃത്യമായി ഇസ്ലാമിന്റെ അധ്യാപനം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്റെ സംസാരം അതിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇങ്ങനൊരു ഇസ്ലാമിന്റെ വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പ് നയം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അള്ളാഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എവിടെ പഠിപ്പിച്ചോ അവിടെ നിൽക്കുക. അതിന് എനിക്ക് എത്ര പ്രയാസമാണെങ്കിലും, എനിക്ക് എത്ര കൈപ്പേറിയതാണ് ആ അധ്യാപനമെങ്കിലും അവിടെ നിൽക്കണം. കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എന്നെയും നിങ്ങളെയും കുറിച്ച് ഇന്നലെ കഴിഞ്ഞു പോയവർ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നവർ പറയണം. എന്ത്? ഖുർആനും ഹദീസിന്റെ വിഷയത്തിൽ അദ്ദേഹം കൃത്യമാണ്, അദ്ദേഹം ഒരു മാതൃകയാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ വിഷയത്തിലും പ്രിയമുള്ളവരെ പറയണം. രണ്ടാമത്തെ ഒരു കാര്യമാണ് മുസ്ലിം ഉമ്മത്തിന്റെ തകർച്ചയ്ക്കുള്ള രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഖുർആൻ അറിയില്ല എന്നുള്ളത് തന്നെയാണ്. ദീനിനെ കുറിച്ച് ഒരറിവുമില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്കറിയോ, 800 കൊല്ലം സ്പെയിൻ ഭരിച്ച ഒരു ഉമ്മത്താണ് മുസ്ലിം ഉമ്മത്ത്. 800 കൊല്ലം മുസ്ലിം ഉമ്മത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സ്പെയിന് ഭരിച്ചിട്ടുണ്ട്. നിങ്ങൾ സാന്ദർഭികമായി ഞാനൊന്ന് പറയാൻ, നമ്മൾ പഠിക്കേണ്ട ഒരു വലിയൊരു ചരിത്രമാണ് സ്പെയിനിന്റെ ചരിത്രം. മുസ്ലിം ഉമ്മത്ത് എന്തുകൊണ്ട് ആ സ്പെയിനിൽ ഉയർന്നു, എന്തുകൊണ്ട് 800 കൊല്ലങ്ങൾക്ക് ശേഷം മുസ്ലിം ഉമ്മത്ത് ആ സ്പെയിനിൽ തകർന്നു, ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം. ഇത് രണ്ടും പഠിക്കണം. ഈ രണ്ട് വിഷയത്തിലും സ്പെയിനിലെ മുസ്ലിമീങ്ങളുടെ ഉയർച്ചയെക്കുറിച്ചും പഠിക്കണം, സ്പെയിനിലെ മുസ്ലിം ഉമ്മത്തിന്റെ തകർച്ചയെക്കുറിച്ചും പ്രിയമുള്ളവരെ പഠിക്കൽ അനിവാര്യമാണ്. സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്പെയിനിലേക്ക് വന്നാൽ, സ്പെയിൻ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഉമവി ഭരണാധികാരിയുണ്ട്. അദ്ദേഹത്തിന്റെ മകന് വേണ്ടി എന്ത് ചെയ്യാണ്? വിവാഹം ആലോചിക്കാൻ. അപ്പൊ മകന് വേണ്ടി വിവാഹം ആലോചിക്കുമ്പോൾ വാപ്പാക്ക് ഒരു ഒറ്റ നിർബന്ധമേ ഉള്ളൂ, മകനെ കെട്ടാൻ പോകുന്ന പെൺകുട്ടി ഹാഫിളത്തായിരിക്കണം, വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയ ഒരു പെൺകുട്ടിയായിരിക്കണം. അപ്പൊ അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിച്ചു, ഇന്ന് രാത്രി എല്ലാ വീടുകളിലും ഇന്ന സമയമാകുമ്പോൾ വിളക്കുകൾ മുഴുവനും അണയ്ക്കണം. അണച്ചതിന് ശേഷം ഹാഫിളത്തുമാരുള്ള അഥവാ പെൺകുട്ടികൾ ഖുർആൻ മനപ്പാഠമാക്കിയ വീടുകൾ, ആ വീടുകൾ മാത്രം ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കണം. ഇങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിക്കണം. അന്ന് രാത്രി മകനും ഉമവി ഭരണാധികാരിക്ക് ഇങ്ങനെ കാത്തിരിക്കാണ്. ഏത് വീട്ടിലെപ്പോ ആ ഹാഫിളത്തായ പെൺകുട്ടി ഉള്ളത്, എന്നാ പിന്നെ അവളെ കെട്ടിയാൽ മതിയല്ലോ എന്ന് നോക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സ്പെയിനിന്റെ മുക്കുമൂലകളടക്കം സ്പെയിനിന്റെ മുഴുവൻ നഗരങ്ങളും വിളക്കുകൾ കൊണ്ടിങ്ങനെ പ്രകാശിച്ചു നിൽക്കുകയാണ്. ആലോചിച്ച് നോക്കിയേ, സ്പെയിനിന് മുസ്ലിം ഉമ്മത്തിന്റെ ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു. സ്പെയിനിന്റെ എല്ലാ വീടുകളിലും ഖുർആൻ പഠിക്കാത്ത മക്കളില്ലാത്ത വീടുകൾ അന്ന് സ്പെയിനിലില്ലായിരുന്നു. ഇന്നെന്ത് സ്പെയിനിന് പറ്റി? അദ്ദേഹം നോക്കുമ്പോൾ എല്ലായിടത്തും പ്രകാശം ഇങ്ങനെ പരന്നു നിൽക്കുകയാണ്. ദിനദ്രാത്തിൽ നിന്ന് ഇപ്പൊ എങ്ങനെയാണ് മോന് ഒരു ഹാഫിളത പെൺകുട്ടിയെ കണ്ടുപിടിക്കുക? അങ്ങനെ അദ്ദേഹം അടുത്തൊരു ഉത്തരവ് പുറപ്പെടുവിക്കാണ്. അന്ന് സ്പെയിനിൽ മാലിക്കി മദ്ഹബാണ് ഏറ്റവും ഫേമസ് ആയ മദ്ഹബ്. ഒരുപാട് മദ്ഹബുകൾ ലോകത്തുണ്ട്. ഹംബലിയുണ്ട്, ഹനഫിയുണ്ട്, മാലിക്കിയുണ്ട്, യഹ്യ ഇബ്നുൽ ലൈഥിയുണ്ട്, സുഫിയാൻ സൗരിയുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് മദ്ഹബുകളുണ്ട്. അതിൽ ഏറ്റവും അറിയപ്പെട്ടത് 4 മദ്ഹബുകളാണ്. അതിൽ മാലിക്കി മദ്ഹബാണ് അന്ന് സ്പെയിനിൽ ഏറ്റവും പ്രശസ്തിയായ മദ്ഹബ്. അപ്പൊ അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു, മാലിക്കി മദ്ഹബിൽ ഏറ്റവും അഗ്രഗണ്യമായ കിതാബുകൾ പഠിച്ച പെൺകുട്ടികളുള്ള വീട്ടിൽ മെഴുകുതിരി കത്തിച്ചു വയ്ക്കാൻ പറഞ്ഞു. അന്ന് രാത്രിയും അദ്ദേഹം നോക്കുമ്പോ സ്പെയിനിന്റെ എല്ലാ നഗരങ്ങളിലും പ്രകാശം പരന്നിക്കാണ്. മാലിക്കി മദ്ഹബിന്റെ കിതാബുകൾ പഠിക്കാത്ത ഒരൊറ്റ പെൺകുട്ടി പോലും അന്ന് സ്പെയിനിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും മാലിക്കി മദ്ഹബിൽ കിതാബുകൾ പഠിച്ച പെൺകുട്ടികളാണ്. ഞാൻ പറയാനുള്ള കാര്യം എന്താ അറിയോ? എന്ന് സ്പെയിനിലെ മുസ്ലിം ഉമ്മത്ത് ഖുർആനും ഹദീസും ഒഴിവാക്കിയോ അന്ന് മുതൽ അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ കൈവിട്ടു എന്നാണ്. അന്ന് മുതൽ അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ കൈവിട്ടു. ഇന്ന് സ്പെയിന് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തേ കാരണം? അന്ന് മുസ്ലിം ഉമ്മത്ത് വിശുദ്ധ ഖുർആനെയും ഒഴിവാക്കി, ഹദീസുകളെയും ഒഴിവാക്കി എന്നതുകൊണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഖുർആനിനും
അതുപോലെ തന്നെ ഹദീസുകൾക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം വളരെ വലുതാണ്. ഒരു ദിവസം ഒരു നിശ്ചിത സമയമെങ്കിലും, ഒരു അരമണിക്കൂറെങ്കിലും പോട്ടെ, അരമണിക്കൂർ വേണ്ട, 15 മിനിറ്റ് എങ്കിലും ഒന്ന് ഖുർആൻ പാരായണം ചെയ്യാനും ഖുർആൻ ഓതാനും ഖുർആനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഇന്ന് മസ്ജിദ് നബവിയിൽ ഇമാമായിട്ടുള്ള മുഹദ്ദിസും മുജദ്ദിദുമായിട്ടുള്ള സുലൈമാൻ റുഹൈലി ഹഫിദഹുല്ലാ, അദ്ദേഹത്തിന്റെ ഒരു ദർസിൽ അദ്ദേഹം പറയുന്നതായി ഓർക്കുന്നുണ്ട്, ഒരു ആയത്ത് ഒരു ദിവസം പാരായണം ചെയ്തുകൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ദിവസത്തെ ഒരു ബർക്കത്ത് നിങ്ങൾ എടുക്കണമെന്നൊക്കെ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തിലുടനീളം ഖുർആനെ പഠിക്കാനും സ്നേഹിക്കാനും ഖുർആനിനോടൊപ്പമുള്ള വാഹകരായി മാറുവാനും ഖുർആനെ നെഞ്ചോട് ചേർക്കുന്നവരായി മാറുവാനും നമ്മൾ കഴിയുക. ഖുർആനായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരൻ. അതിനനുസരിച്ച് പ്രിയമുള്ളവരെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും നിലക്കുള്ള അറിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തണമെന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി, നമ്മളെല്ലാവരും നോമ്പുകാരാണ്, ആ നോമ്പുകാരായിരിക്കെ അവർക്കെല്ലാവർക്കും വേണ്ടി ഈ നോമ്പ് മുറിക്കാൻ എടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തൗഹീദിൽ അധിഷ്ഠിതമായി മരിക്കാനുമുള്ള തൗഫീഖിന് വേണ്ടി നമ്മളെല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഇരുത്തം സ്വീകരിക്കുകയും നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر لوالدينا من النار. وأقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين من كل ذنب إنه هو الغفور الرحيم.